ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വളരെ കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ഓഫീസിൽ പോകാതെ വീട്ടിലിരിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മോർണിംഗ് തൊട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എടുത്തു നോക്കാം, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, വരുന്ന പോലെ വരട്ടെ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 9:15. ഓക്കെ, ഞാൻ എണീറ്റിട്ട് എന്താ ചെയ്തേ, പല്ലേച്ച് മുഖമൊക്കെ കഴുകി വന്നു. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം, എൻ്റെ തലയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ പോവുകയാണ്. കാരണം വിശാലമായി കുളിക്കാൻ കിട്ടിയൊരു ദിവസമാണിത്. അപ്പോൾ തലയിൽ ഞാൻ തേക്കാൻ പോകുന്ന എണ്ണ റോസ്മേരി ഓയിലും ജോജോബോ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് തേക്കാൻ പോകുന്നത്. അപ്പോൾ അതാദ്യം തന്നെ ചെയ്യാം. ഈ ഇടയ്ക്കുണ്ടല്ലോ ഞാൻ മുടി കട്ട് ചെയ്തു. ആക്ച്വലി എനിക്ക് മുടിയുടെ നീളം കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ മുടി കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ തേക്കുന്ന ഓയിൽ. റോസ്മേരി ഓയിലും ജോജോബോ ഓയിലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത്. റോസ്മേരി ഓയിൽ കുറച്ചും മറ്റേ ഓയിൽ കുറച്ച് കൂടുതലാണ് എടുക്കുന്നത് കേട്ടോ. ഹലോ, അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കുകയാണ്. കുളിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് വിശക്കുവാണ്. അപ്പോൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഇന്ന് അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ കറി ഇന്നലത്തെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാം. അങ്ങനെ അപ്പവും ചിക്കൻ കറിയും കൂടി കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കേട്ടോ. എനിക്ക് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായയിൽ റസ്ക് ഇങ്ങനെ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, എനിക്ക് പണ്ട് തൊട്ടേ നല്ല ഇഷ്ടമുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ റസ്ക് എടുത്തിട്ട് കഴിക്കാൻ കേട്ടോ. ഇത് നട്ട്സൊക്കെ ഉള്ള റസ്ക്കാണ്. അങ്ങനെ അതും കൂടെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞതിന് ശേഷം മുടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നേക്കുന്ന കേട്ടോ. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ആർഗൻ ഓയിൽ എടുക്കുക. ഓക്കെ, ആർഗൻ ഓയിൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. മുടിയിൽ ഷാമ്പും കണ്ടീഷണറും മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം വെറ്റായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ 2-3 തുള്ളി 2 പ്രാവശ്യമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുടിക്ക് കുറച്ച് അധികം വേണ്ടി വരും. അതെടുത്തിട്ട് നമ്മുടെ മുടിയിൽ നനവോടുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചുമ്മാ സ്ക്രഞ്ച് ചെയ്തിടുക. അങ്ങനെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്താണ് ഇന്ന്. ഇപ്പോൾ 12:20. പിന്നെ വിചാരിച്ചിട്ട് ഓറഞ്ച് കഴിക്കാമെന്ന്. ഇവിടുത്തെ ഇവിടെ ഓറഞ്ച് എന്നല്ല പറയാം, മാൻഡ്രൈൻ എന്നാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഓറഞ്ച്. എത്ര മധുരമുള്ളതാണെന്ന് പറയും. ചിലത് മാത്രം പൊളിയായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ ഈജിപ്ത് മാൻഡ്രൈനും പാകിസ്ഥാനൊക്കെ ഞാൻ എടുക്കാറുണ്ട്. എല്ലാം നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓറഞ്ച് കഴിക്കാം കേട്ടോ. ഓറഞ്ച് കഴിച്ചിട്ട് ഞാൻ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഐബ്രോസ്, നമ്മൾ വെറുതെ ഇരിക്കണോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐബ്രോസ് ഫില്ല് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 2 ഐബ്രോ പെൻസിൽ, ഒരു ഐബ്രോ പെൻസിലും ഒരു മൈക്രോ ലെഡ് പെൻസിലാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വേറൊരു സന്തോഷമുള്ളത്, ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലുണ്ടല്ലോ, ഇവിടെ പിടിച്ച് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതും ഞാൻ കാണിച്ചു തരാം. കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് നമ്മൾ ട്രൈ ചെയ്താൽ കേട്ടോ. പക്ഷേ അത് പിടിച്ചില്ല, കുറച്ച് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി. ഇപ്രാവശ്യം അത് സക്സസ് ആയി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഈ ചെടികളൊക്കെ കണ്ടോ, ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം കൊണ്ടുവന്ന് കുറച്ച് അഡീഷണൽ ആഡ് ചെയ്താണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ വീട്ടിലെ ആംബിയൻസ് അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അടുക്കി അങ്ങനെയൊന്നും ഇവിടെ വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ചെടിയുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പണ്ടൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ചും നമ്മൾ നമ്മൾ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ. വീട്ടിലിരിക്കാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോയില്ലെന്നല്ല, പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ നന്നായിട്ട് നല്ലൊരു ആംബിയൻസിലിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് നിറച്ച് ചെടിയൊക്കെ ഇവിടെ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി കാണിച്ചു തന്നിട്ട് ഓറഞ്ച് ആക്കി. ഓക്കെ, വെയിറ്റ്, ഞങ്ങളുടെ ബാൽക്കണിയിലാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. അപ്പോൾ കുറച്ച് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ കറിവേപ്പില. കണ്ടോ, ഇത് നല്ല വേര് പിടിച്ചു. പിന്നെ കൂടാതെ അതിൻ്റെ താഴേന്ന് വേറെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചെടി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഇവിടെ ഒരു പനിക്കൂർക്കയുണ്ട്, പിന്നെ ഈ ചെടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഞാൻ മുടിയിൽ ഇപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഷാമ്പൂ കണ്ടീഷണർ ഞാൻ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഹെർബൽ എസൻസിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. അതിനുശേഷം ഇപ്പം ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ് ഈ ആർഗൻ ഓയിൽ. ഇതിന് മുന്നേ ഒന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പറയുന്ന ആർഗൻ ഓയിൽ നമ്മുടെ മുടിക്ക് നല്ലതാണ്, അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നനഞ്ഞിരിക്കുന്ന മുടിയിൽ 2-3-4 തുള്ളി
2 പ്രാവശ്യമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു. അത്രയാണ് കേട്ടോ ഇപ്പം ചെയ്തത്. എൻ്റെ മുടി ശരിക്കും ഷോർട്ടായല്ലേ. ആക്ച്വലി ഞാനാണെങ്കിൽ വെട്ടിയപ്പോൾ ഇത്ര വിചാരിച്ചില്ല. ഇത് ഇവിടുത്തെ ചേച്ചിയാണ് കേട്ടോ വെട്ടിയത്. ചേച്ചിയെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞാൽ ചേച്ചിയുടെ അടുത്ത് നല്ല ഷോർട്ടാക്കിക്കോന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഞാൻ വിചാരിച്ചു ഇന്ന് എത്ര ഡേറ്റ്, ഇന്ന് ഫെബ്രുവരി 1 ആണ് കേട്ടോ. അപ്പോൾ മുടി നീളാനും കൂടെ എത്ര സമയം എടുക്കും ഇതും കൂടെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഉണങ്ങിയിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം റിലാക്സ് ചെയ്യണം. വല്ല സീരീസോ അല്ലെങ്കിൽ വല്ല സിനിമയോ എന്തെങ്കിലുമൊക്കെ കാണണം. മോൻ വരും ഉച്ചയ്ക്ക്, അതുവരെ കൂടെ സമയമുണ്ട് മീ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന കേട്ടോ. നേരത്തെ വന്നേടാ. ഓക്കെ, കം നമുക്ക് പോവാം. ഇന്ന് അമ്മ റെസ്റ്റ് എടുത്തു. ഇന്ന് അമ്മ ലീവ് ഉണ്ട്. ഓ, നാളെ ഉണ്ടോ ശരിക്കും? അൽഫോൻ ചേച്ചി, എന്റെ കുഞ്ഞുവിന് അൽഫോൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞാലോ ഉച്ചയ്ക്ക് പോയി നോക്കണം എന്ന്. അമ്മ വീഡിയോ ഒക്കെ എടുത്തിരിക്കുവായിരുന്നു. കുഞ്ഞു വന്ന് നമുക്ക് സർപ്രൈസ് ആയിപ്പോയി. അമ്മയ്ക്ക് വരാൻ തരുവാടാ കണ്ണ. ഈ 1 ചോക്കോസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികൾ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടി നോക്കിയിട്ടും കളറും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇപ്രാവശ്യം എടുത്തിട്ട് വന്നത്. ഭാഗ്യത്തിനെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ടോ ഇപ്രാവശ്യം കൊണ്ടുവന്നത്. ഹലോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഐബ്രോ പെൻസിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഒന്ന് ഈ മിസ് ക്ലെയറിൻ്റെ വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. 05 ക്രീമി ചോക്ലേറ്റ് കണ്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഐബ്രോ ഫിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നേരയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോടാ? കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് അത്ര മനസ്സിലാവുന്നില്ല. ഓക്കെ, കണ്ടോ, ഞാനിവിടെ അറ്റത്തൊന്നും അങ്ങനെ എഴുതാറില്ല. ഒരു പൊടിക്കോ ഇപ്പം എഴുതുന്നില്ല കേട്ടോ. എനിക്ക് കണ്ണ് കാണുന്നില്ല, മീൻസ് മിറർ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഈ നമ്മുടെ ഈ സ്പൂളിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതാണ് ഒരെണ്ണം. ഇതിനധികം പ്രൈസൊന്നും ഇല്ല ആക്ച്വലി. നോക്കട്ടെ ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. നല്ല അടിപൊളി പെൻസിലാണ്. പിന്നെ കാണിക്കാൻ വന്നതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞു ഇവിടെ ഇരിക്കും, മോൻ ഇവിടെ ഇരിക്കും, അമ്മയുടെ അടുത്ത്. ഓക്കെ, ഇനി ആ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ. ഇതിൻ്റെ ഒരു ലുക്ക്, ഇതിന് 280 രൂപയാണുള്ളത്. പക്ഷേ എന്ത് അടിപൊളി ലക്ഷറി ലുക്കാണെന്ന് അറിയാം. ഒരു ഗോൾഡൻ ഒരു പെൻസിൽ പോലെ അല്ലേ കുഞ്ഞു? എന്നിട്ട് കാണിച്ചു. ഇതൊരു മൈക്രോ പെൻസിലാണ് കേട്ടോ ഐബ്രോ. ഇതും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. എന്താടാ കണ്ണ ഏത് അത് കാണിച്ചു കൊടുക്കാം. സോ നൈസ്, സോ നൈസ്. എന്നിട്ട് ഇതിനും ഇതുകൂടി പറയട്ടെ. ഇതിന് സ്പൂളി ഉണ്ട് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. സ്പൂളി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നന്നായിട്ട് എഴുതിയൊന്ന് കാണിച്ചിട്ടില്ല കേട്ടോ ആക്ച്വലി. കയ്യിൽ ഓ എന്റെ കുഞ്ഞാപ്പീസ്. ഇതിങ്ങനെ സ്ട്രോക്ക്, ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ആക്ച്വലി. ഇങ്ങനെ ലൈറ്റ് സ്ട്രോക്കേ വരുള്ളൂ. ഇതാണ് കൂടുതൽ നാച്ചുറൽ. ഇതുണ്ട് സ്ട്രോക്ക് 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 കണ്ടോ, ഇത് ഇങ്ങനെ വരത്തുള്ളൂ. ഓക്കെ, ഇതും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത്. ഇതിൻ്റെ ലുക്കാണ് മെയിൻ. പിന്നെ വെരി തിൻ ലൈൻസ് നമുക്ക് ഐബ്രോയിൽ വരയ്ക്കാൻ പറ്റും. എൻ്റെ മുടി ഓക്കെ, കുറേയൊക്കെ മുടി ഉണങ്ങി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എനിക്കിഷ്ടമാണ്, ഇതും എനിക്കിഷ്ടമാണ്. 2 ഐബ്രോ പെൻസിൽ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ, എൻ്റെ മോൻ ഇന്ന് ആക്ച്വലി ഇന്ന് ഞാൻ മീ ടൈം ഇവിടെ ഇരിക്കും പറയട്ടെ അമ്മ. ഇന്ന് ഞാൻ ലീവൊക്കെ എടുത്തിട്ട് ഇവനിന്ന് ഫുട്ബോൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയല്ലേ, ഫുട്ബോളിന് പോകുമെന്ന് വിചാരിച്ചിട്ട് 2 മണി വരെ മീ ടൈം ഒക്കെ എടുക്കാൻ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ ആരാ വന്നത് നോക്ക്, എൻ്റെ നോ കുട്ടൻ ഇവിടെ ഉണ്ട്. കൊഞ്ചി 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 ഇങ്ങനെ നടക്കും. അതാണ് കുഞ്ഞുവിൻ്റെ ഒരു രീതി അല്ലേ? ഹലോ, ആക്ച്വലി സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലും കൂടെ ഇട്ട് എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. ഇതിനധികം പ്രൈസ് ഒന്നും ഇല്ല. ഐ തിങ്ക് 150 ബിലോ എന്തോ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്പർ 2 കൊക്കോ ബ്രൗൺ. അതാണ് കേട്ടോ. ഇതും കിടുവെന്ന് പറഞ്ഞാൽ കിടുവാണ്. ഇത് ഞാൻ ആദ്യം കാണിച്ചില്ലേ? അയ്യോ ഓക്കെ. അപ്പോൾ ഇതിന് ഷെയ്ഡ് ഞാൻ വരച്ച് കാണിച്ചാൽ ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഇത് ലൈറ്റായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്താൽ നല്ല പിഗ്മെൻറ്റേഷനും വരും, നാച്ചുറലി ഇരിക്കും. ചെറിയ ചെറിയ സ്ട്രോക്സ് വരച്ചു കൊടുക്കണം. ഒത്തിരി കട്ടിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നല്ല ബ്ലാക്ക് ആയിട്ട് വരും. പക്ഷേ എനിക്ക് അത്രയും ബ്ലാക്ക് ഇഷ്ടമില്ല. അപ്പോൾ ലൈറ്റായിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കും. ഞാൻ എപ്പോഴും മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊങ്ങിയിരിക്കുന്നില്ലേ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഒരു എക്സ്ട്രാ ഇത്തിരി ഐബ്രോ ഉണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് താഴെയും വരച്ചു കൊടുക്കും. ഇത്രയാണ് ചെയ്യാറുള്ളൂ. നമ്മുടെ അതായത് നെറ്റിയുടെ അടുത്തുള്ള ഭാഗമുണ്ടല്ലോ, നമ്മുടെ നെറ്റിയുടെ മിഡിൽ പോർഷൻ്റെ അടുത്തുള്ള ഇവിടെ നമ്മൾ അധികം വരച്ചു കൊടുക്കരുത്. അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അൺനാച്ചുറൽ ലുക്ക് വരും. ഒരു രസമില്ലാതെ എന്തോ വരച്ച പോലെ ഒരു ഫീൽ വരും. അപ്പോൾ ഇതും കിടുവാണ് ഐബ്രോ പെൻസിൽ. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ്. ഹലോ. അപ്പോൾ മോൻ ഇപ്പോൾ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 3:15 സമയം. ഇനി മോന് പാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയമാണ് കേട്ടോ. ഇവൻ കുളിച്ചു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉറങ്ങാതെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സാധാരണ ഓട്സിൻ്റെ പാൻ കേക്കാണ്. ഓട്സ്, പഴം, പിന്നെന്താ സ്ട്രോബെറി, എന്തൊക്കെയാണ് ഇവിടെയുള്ള ഫ്രൂട്ട്സ് അതെല്ലാം ഇടുക, ഉപ്പിടുക, പഞ്ചസാര ഇടുക. ഭയങ്കര അലമ്പാണ് ഇവൻ. എൻ്റെ ലീവ് വേസ്റ്റ് ആയി ഗൈസ്. ഞാൻ എൻ്റെ മീ ടൈം ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ് എടുത്താണ്. 12 മണിക്ക് 12:30 ആയപ്പോഴത്തേക്ക് വന്നത് ഇങ്ങനെ കൊളാക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ കുഞ്ഞു വാ നമുക്ക് പറയട്ടെ. അപ്പോൾ മോനിപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല അടിപൊളി ഓട്സിൻ്റെ പാൻ കേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഹെൽത്തി ഫുഡ്. ഹലോ ഗൈസ്, ഓട്സ് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മുട്ടാസ്. ഓക്കെ വെയിറ്റ്. ഇവന്നെ പറയുന്നുണ്ട് ആർക്കും ഈ വീഡിയോ ഇഷ്ടമല്ല, മേ ബി ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് മുട്ട പൊട്ടിച്ചങ്ങടെ ഒഴിക്കുക. ഓക്കെ കുഞ്ഞു, മിക്സിയിലോട്ട് മുട്ട. ഓക്കെ, നെക്സ്റ്റ് ഈസ് പഴം. എന്താ പഴം, ചെറുപഴം. കുഞ്ഞു കഴിക്കില്ലാത്തൊരു സാധനമാണ് ഇത്, ഒന്നുമില്ല. പക്ഷെ മുട്ട ആൻഡ് പഴം ആൻഡ് ഓട്സ് മിക്സ് ചെയ്യുമ്പോൾ കുഞ്ഞു കഴിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേടാ? എന്താണ് മുട്ടക്കത്തേക്ക് വീഴല്ലേ? ഓക്കെ, അപ്പോൾ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ സ്മോൾ പീസായിട്ട് കട്ട് ചെയ്യുക. പിന്നെ 2 ഈന്തപ്പഴം ഇടണം. ഓക്കെ, അപ്പോൾ ഇതിട്ടിട്ടുണ്ട്. ഇനി ഉപ്പ്, കുഞ്ഞുത്തുള്ളല്ല മോനെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ സോൾട്ട്. ഇത് ഉപ്പ് നമ്മുടെ ഡെയിൻ മേലെ ഉണ്ടാക്കാൻ പോകും. ഓക്കെ, ഉപ്പ്, ഒരു സ്വല്പം ഉപ്പ്. കുഞ്ഞു അയ്യോ താഴെ പോയി, എല്ലാം പോയി ഗൈസ്, എല്ലാം പോയി. ഓക്കെ, ഇനി ഈന്തപ്പഴം. ഒരു ഈന്തപ്പഴം അല്ല, 2 ഈന്തപ്പഴം. അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ 2 ഈന്തപ്പഴം ഇടുന്നു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കണക്കൊന്നുമില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഏറ്റവും ഈസി കാര്യം അല്ലേ കുഞ്ഞു? അങ്ങനെ അളവൊന്നുമില്ല. 2 ഈന്തപ്പഴം. വേണമെങ്കിൽ കുറച്ച് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഒരു ഇത്തിരി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആയതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഇടാം. വലിയ ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഒന്നും ഇടണ്ട കേട്ടോ, അൺഹെൽത്തി ആണ്. ഓക്കെ, കുറച്ച് പഞ്ചസാര. നമ്മുടെ മെയിൻ ഐറ്റമായ ഓട്സ്. This is the biggest guy of the world. കുറച്ച് ഓട്സ്. ഇത് മിക്സ് ആവാൻ വേണ്ടി നമുക്ക് എന്താണെന്ന് അറിയോ? കുഞ്ഞു കഴിക്കാത്ത ഒരു സാധനം കൂടി ഇതിൽ ഇടാൻ പോകാം അമ്മ. എന്താ അത്? ഗസിയാണോ? പാല്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്ത് പാലാണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത്. പാൽ മതി. ഓക്കെ, ഫൈൻ. ഇനി മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി ഗിർ 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 സൗണ്ട് നിങ്ങൾ കേൾക്കുവേ. ഒരു മിനിറ്റ്, ഞാൻ സൗണ്ട് കേൾപ്പിച്ചേരാം. പിന്നെ പേടിക്കല്ലേ. ഓ, ഇത്തിരി വെള്ളം കൊടുക്കുമെന്ന് സംശയമുണ്ട്, നോക്കാം. ഇവിടെ സ്പൂൺ എടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ നോക്കുക. പക്ഷെ കുറച്ച് ലൂസാണോ എന്നൊരു സംശയം. നമ്മുടെ പാൻ കേക്ക് നമ്മളിങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബദാം പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തനിയെ ഇങ്ങനെ വെച്ച് സ്ലോ കുക്ക് ചെയ്തിട്ട് നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുഞ്ഞാപ്പി ടേസ്റ്റി അല്ലേ? നമ്മള് മേപ്പിൾ സിറപ്പ് ഒഴിച്ചു. അപ്പൊ അവന് മേപ്പിൾ സിറപ്പ് വേണ്ട, ഹണി മതി എന്ന് പറയും. അപ്പൊ 2 ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഹണി നോക്കി ടേസ്റ്റ് ചെയ്യാം. അടിപൊളി. അപ്പൊ കഴിക്കില്ലേ? കഴിക്കില്ലേ?
അയ്യോ എൻ്റെ മോൻ കഴിക്കും അങ്ങനെയൊന്നല്ല, എൻ്റെ കുഞ്ഞു അമ്മയുടെ ചക്കര മുത്താണ്, അമ്മ കൊടുത്താൽ കഴിക്കും. നോക്ക്, യമ്മി 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 ഇൻ മൈ യമ്മി യമ്മി യമ്മി. പാവൻ്റെ കൊച്ച് അമ്മയ്ക്ക് വേണ്ടി കഴിക്കുകയാണല്ലേ. പക്ഷെ ആക്ച്വലി നല്ല ഹെൽത്തി ഓപ്ഷനാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ. മോൻ ഇഷ്ടമൊക്കെ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ എന്തായാലും കുഞ്ഞ് കഴിക്കില്ല, അമ്മയ്ക്ക് അറിയാം അല്ലേടാ. കുറച്ചൊക്കെ ഇഷ്ടം, കുറച്ചൊക്കെ ഇഷ്ടല്ലേ? ഒത്തിരി ഇഷ്ടമില്ല അല്ലേ? ഒട്ടും ഇഷ്ടമില്ലേ, പിന്നെ എന്താ കഴിക്കുന്നേ? ഓക്കെ, അത് മതി അമ്മയ്ക്ക്. ഈവനിങ് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ സോയ മസാല ഉണ്ടാക്കി. ഇത് ദിയാകൃഷ്ണയുടെ റെസിപ്പിയാണ് കേട്ടോ, ഈ അടുത്ത് പുള്ളിക്കാരി ചെയ്തതാണ് കേട്ടോ. കുഴപ്പമില്ല, നന്നായൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ടേസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഈവനിങ് കുറേ നേരം അവൻ കളിക്കുന്ന സമയമാണ് കേട്ടോ. പിന്നെ അവൻ കുറേ നേരം എന്തൊക്കെയോ കളികളൊക്കെ കളിച്ചു. പിന്നെ കുറച്ച് നേരം ടി വിയും കണ്ടു. ഇപ്പോൾ വൈകിട്ട് 8 മണിയായിട്ടുണ്ട്. മോനെയൊക്കെ ഉറക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് ജിമ്മിലോട്ടാണ്. നമ്മൾ ജനുവരി ഒരു 12-ാം തീയതി ഒക്കെ തൊട്ടിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കരാമേ തന്നെ അടുത്തുള്ളൊരു ജിമ്മാണ് കേട്ടോ. നല്ല അടിപൊളി ജിമ്മാണ്. നമുക്കിപ്പോൾ പോകാൻ നല്ല ഇഷ്ടമാണ്. എല്ലാ ദിവസവും പറ്റുന്ന പോലെയൊക്കെ മുടങ്ങാതെ പോകുന്നുണ്ട്. പിന്നെ വല്ലപ്പോഴും വീക്ക്ലി ഒരു ദിവസമൊക്കെ പോകാതിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോവാണ്. നടന്നാണ് പോകുന്നത്. ഒരു 10 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. പിന്നെ ജിമ്മിലെത്തി. അന്ന് എയറോബിക്സ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത് അന്ന്. നല്ല സ്വെറ്റായിട്ടോ, നമ്മൾ നന്നായിട്ട് പേർത്ത് 1 അവർ ഉണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യാം, വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ സൈക്ലിംഗ് ഒക്കെ ചെയ്യാം. കുറച്ച് സൈക്ലിംഗ് ഒക്കെ അന്ന് ഞാൻ ചെയ്തു. വെയിറ്റ് ഒന്നും എടുത്തില്ല, ഞാൻ മടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഹലോ, അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഇനി കുളിച്ചിട്ട് നേരെ ഉറങ്ങുകയാണ്. ഞാനൊരു ഗ്രീൻ ടീ കുടിച്ച് വന്നിട്ട്. അപ്പോൾ ഡിന്നറൊക്കെ 6 മണിക്ക് കഴിച്ചാണ്. ഇനി ഞാനൊന്നും ഫുഡൊന്നും കഴിക്കത്തില്ല കേട്ടോ. ഫുൾ എനർജിയും തീർന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കഴിഞ്ഞു. കുറേ കുട്ടികൾ തമ്മിൽ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ കാണാം. ബൈ ബൈ.